നിന്ന് കഴിഞ്ഞാൽ നന്നായി പെർഫോം ചെയ്യാൻ തോന്നുന്നുണ്ടോ? അവരവരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പോൾ അവരങ്ങനെയുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് കാര്യം ചിലർ സെന്റിമെന്റ്സ് വിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടോ പല സീസണുകളായിട്ട്? ഇത് എന്തായാലും ഒരു ഗെയിമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗെയിം പ്ലാൻ കാണും. അപ്പോൾ അവരവരുടെ ഇവിടെ ഗെയിം കളിക്കാൻ പാടില്ല, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അവരവരുടെ രീതി ചെയ്യുന്നു. ജാസ്മിനായിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ഭയങ്കര എന്റർടൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ അഭിപ്രായം നമ്മൾ ആൾക്കാർ കുറയുമ്പോഴായിരിക്കും നമ്മൾ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ സംസാരിക്കും. അങ്ങനെയാണല്ലോ. മറ്റേ അത്രയും പേരുള്ളപ്പോൾ നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല. അവരോട് സംസാരിക്കാനുള്ള ടൈം കിട്ടാറില്ല. ഞാനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്ത് കിട്ടുമെന്നായിരുന്നു നോക്കിയാൽ 4 കിട്ടി. ഞാൻ ഒന്നും ചിന്തിക്കാനേ പോയിട്ടില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പറയാം. അവളവളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഫേക്കുണ്ടോ ഇല്ലയോ എനിക്ക് ആളെ പുറത്ത് വെച്ച് അറിയത്തില്ലല്ലോ. ഗ്രൂപ്പിൽ എങ്ങനെയാണോ അത് തന്നെയാണ് അവിടെ. പിന്നെ പാട്ടുപാടല് കുറച്ച് ഗ്രൂപ്പിൽ കൂടുതലാ, അവിടുത്തെ കുറവായിരുന്നു. ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തതിന്റെ സീക്രട്ട് എന്താ? സീക്രട്ട് ഒന്നുമില്ല. ഞാൻ ഗെയിമിലും 100% ഇടുമ്പോൾ അവിടെ ഒരു 150 കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രഷർ വെച്ചിട്ടില്ലായിരുന്നു. ഞാനായിട്ട് കളിക്കുക. ഞാൻ മിക്കവാറും എല്ലാ ടാസ്കുകളും ജയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഞാൻ കളിച്ചതേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടു. ബാക്കി ടിക്കറ്റ് ഫിനാലെ എന്നുള്ള പ്രഷർ ഞാൻ എടുത്തില്ല. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, പോട്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവിടെ അത് കിട്ടി. നോറ ഇമിറ്റേറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടോ? എന്നെ ഓർമ്മിപ്പിക്കല്ലോ. അവൾ എന്നെ വിളിച്ചിട്ട് ചൊറിയും. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഋഷിയാണെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്നിട്ടും സംസാരിക്കും. അപ്പൊ ഋഷി അവിടുന്ന് ഒറിജിനൽ ഋഷി അവിടെ പറയും ഋഷി അങ്ങനെ സംസാരിക്കില്ല. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു.